ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിർത്തികളിൽ ശത്രു രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം എന്നും സജ്ജമാണ്. എന്നാൽ യുദ്ധഭൂമിയിൽ നമ്മുടെ കൂറ്റൻ ടാങ്കുകളെയും സൈനികരെയും ഒരേപോലെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് മണ്ണിൽ ഒളിപ്പിച്ചു വെക്കുന്ന കുഴിബോംബുകൾ. ഈ മരണക്കെണികളെ പുഷ്പം പോലെ തൂത്തെറിയാൻ ഭാരതം ഇപ്പോൾ ഒരു അത്ഭുത ഉപകരണം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം 975 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയെക്കുറിച്ചും ഇതെങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിന്റെ കരുത്തു മാറ്റാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. യുദ്ധഭൂമിയിൽ ടാങ്കുകളുടെ പ്രയാണം തടയാൻ ശത്രുക്കൾ പ്രയോഗിക്കുന്ന ഏറ്റവും പഴയതും എന്നാൽ മാരകവുമായ തന്ത്രമാണ് ലാൻഡ് മൈനുകൾ. നമ്മുടെ കരുത്തരായ T-72, T-90 ടാങ്കുകൾ ഈ ബോംബുകൾക്ക് മുകളിലൂടെ കയറാൻ നിമിഷ നേരം കൊണ്ട് ആ ടാങ്ക് തകരുകയും ഉള്ളിലുള്ള സൈനികർക്ക് വലിയ അപകടം സംഭവിക്കുകയും ചെയ്യും. ഇതൊഴിവാക്കാൻ ടാങ്കിന്റെ ഏറ്റവും മുന്നിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് മൈൻ ടൂൾ. ഇതിനെ ലളിതമായി പറഞ്ഞാൽ ടാങ്കിന് മുന്നിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രത്യേക ഉഴവു യന്ത്രം എന്ന് വിളിക്കാം. ടാങ്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഉപകരണം മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുകയും ആ വഴിയിലുള്ള എല്ലാ കുഴിബോംബുകളെയും പിഴുതെടുത്ത് വശങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇതുവഴി ടാങ്കുകൾക്ക് സഞ്ചരിക്കാൻ സുരക്ഷിതമായ ഒരു പാത തനിയെ ഒരുങ്ങുകയാണ്. വെറും ഒരു ഇരുമ്പ് ഉപകരണം എന്നതിലുപരി അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ പ്രോക്സിമിറ്റി മാഗ്നറ്റിക് ഫ്യൂസ് എന്ന സംവിധാനം കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. പല ആധുനിക ബോംബുകളും ടാങ്ക് അടുത്തെത്തുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നവയാണ്. എന്നാൽ നമ്മുടെ ഈ പുതിയ ഉപകരണത്തിന് അത്തരം ബോംബുകളെ മണ്ണിൽ തൊടുന്നതിന് മുമ്പേ തിരിച്ചറിയാനും അവ സുരക്ഷിതമായി നിർവീര്യമാക്കാനും സാധിക്കും. അതായത് ശത്രുവിന്റെ ചതിക്കുഴികൾ ടാങ്കിനെ തൊടുന്നതിന് മുമ്പേ അവയുടെ കഥ കഴിക്കാൻ ഈ സംവിധാനം സഹായിക്കും. സൈനികർക്ക് ടാങ്കിന് പുറത്തിറങ്ങാതെ തന്നെ വളരെ സുരക്ഷിതമായി മൈൻഫീൽഡുകൾ കടന്നു പോകാൻ ഇതിലൂടെ കഴിയും. ഈ നേട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നിർമ്മാണത്തിലാണ്. ഇത് നമ്മൾ വിദേശത്ത് നിന്ന് വാങ്ങിയതല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മുടെ സ്വന്തം DRDO രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ചില സ്വകാര്യ കമ്പനികളും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം ആവശ്യത്തിനുള്ള സാങ്കേതിക വിദ്യകൾ തദ്ദേശമായി നിർമ്മിക്കുന്ന ഒരു പവർ ഹൗസ് ആയി മാറിയിരിക്കുകയാണ്. വിദേശത്തേക്ക് ഒഴുകേണ്ടിയിരുന്ന 975 കോടി രൂപ രാജ്യത്തെ കമ്പനികളിലേക്കും തൊഴിലാളികൾക്കും എത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല. യുദ്ധത്തിൽ വേഗതയാണ് എല്ലാം. മുൻപൊക്കെ കുഴിബോംബുകൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ടാങ്ക് നിർത്തുകയും സൈനികർ ഇറങ്ങി പരിശോധിക്കുകയും ചെയ്യണമായിരുന്നു. ഇത് സൈന്യത്തിന്റെ നീക്കങ്ങളെ മന്ദഗതിയിലാക്കുമായിരുന്നു. എന്നാൽ പുതിയ ടോൾ സംവിധാനം വരുന്നതോടെ ടാങ്കുകൾക്ക് വേഗത കുറയ്ക്കാതെ തന്നെ മുന്നേറാം. അതിർത്തികളിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ മിന്നൽ വേഗത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ന് ഇന്ത്യയെ സഹായിക്കും. ടാങ്കിന് പിന്നാലെ വരുന്ന മറ്റ് സൈനിക വാഹനങ്ങൾക്കും ഈ സംവിധാനം സുരക്ഷിതമായ ഒരു വഴി വെട്ടിത്തെളിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ അറിവുകളും ചേരുന്ന ഈ മൈൻ ടൂൾ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിന് ഒരു പുത്തൻ ഉണർവാണ് നൽകുന്നത്. ശത്രുവിന്റെ ഒളിപ്പോരുകളെയും ചതിക്കുഴികളെയും അതിജീവിച്ച് അതിവേഗം മുന്നേറാൻ ഇന്ന് ഇന്ത്യക്ക് ഇത് കരുത്തേകും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ സ്വയം പര്യാപ്തത വരും തലമുറയ്ക്ക് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. യുദ്ധഭൂമിയിൽ ഒരു ടാങ്ക് തകരുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വാഹനത്തിന്റെ നഷ്ടമല്ല. കോടിക്കണക്കിന് രൂപ വിലയുള്ള യുദ്ധ സാമഗ്രിയും അതോടൊപ്പം വർഷങ്ങളോളം പരിശീലനം ലഭിച്ച നമ്മുടെ ധീരമായ സൈനികരുടെ ജീവനുമാണ് അവിടെ അപകടത്തിലാകുന്നത്. കുഴിബോംബുകൾ വിരിച്ച ഒരു പാതയിലൂടെ ടാങ്കുകൾക്ക് വേഗത്തിൽ മുന്നേറാൻ കഴിയില്ല. ഓരോ ചുവടും പേടിയോടെ വെക്കേണ്ടി വരുന്ന അവസ്ഥ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിക്കും. എന്നാൽ ഈ പുതിയ സംവിധാനം വരുന്നതോടെ ടാങ്കുകൾക്ക് ഒട്ടും വേഗത കുറയ്ക്കാതെ തന്നെ ശത്രുവിന്റെ കോട്ടകളിലേക്ക് ഇരച്ചു കയറാൻ സാധിക്കും. ഈ മൈൻ ടൂൾ സംവിധാനം വെറും ഒരു ഇരുമ്പ് ഉപകരണമല്ല. കഠിനമായ മരുഭൂമിയിലെ ചൂടിലും ഹിമാലയത്തിലെ കൊടുന്തണുപ്പിലും ഒരുപോലെ പ്രവർത്തിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഏത് തരം മണ്ണിലായാലും കുഴിബോംബുകളെ കൃത്യമായി കണ്ടെത്താൻ ഇതിലെ സെൻസറുകൾ സഹായിക്കും. ടാങ്കിന് പിന്നാലെ വരുന്ന ഇൻഫൻട്രി വാഹനങ്ങൾക്കും സൈനികരെ വഹിക്കുന്ന വാഹനങ്ങൾ ഈ സംവിധാനം സുരക്ഷിതമായ ഒരു വഴി വെട്ടിത്തെളിയിക്കുകയാണ്. ഇത് യുദ്ധഭൂമിയിലെ മൊത്തത്തിലുള്ള സൈനിക നീക്കത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും. ഒരു കാലത്ത് ആയുധങ്ങളുടെ സ്പെയർ പാർട്സിനായി പോലും നമ്മൾ വിദേശ രാജ്യങ്ങളെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതോടെ യുദ്ധസമയത്ത് അറ്റകുറ്റപ്പണികൾക്കായി ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇത് നമ്മുടെ സൈന്യത്തിന് നൽകുന്ന തന്ത്രപരമായ മേധാവിത്വം വളരെ വലുതാണ്.
ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് വെറും ഒരു സാമ്പത്തിക ശക്തിയായിട്ടല്ല, മറിച്ച് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധ വൻ ശക്തിയായിട്ട് കൂടിയാണ്. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് സ്വന്തം മണ്ണിൽ നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ ലോകത്തിന് കൈമാറുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 10-12 വർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സൈനിക വ്യൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ഈ മാറ്റം കേവലം പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിലും ഇന്ത്യ ഇന്ന് മുൻപന്തിയിലാണ്. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാവുന്ന ഒന്നാണ് ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത. പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി കുറച്ച് ഇന്ത്യയിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ന് വലിയ ഫലങ്ങൾ നൽകുകയാണ്. മുമ്പ് ചെറിയ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കുമായി നമ്മൾ റഷ്യയെയും അമേരിക്കയെയും ഫ്രാൻസിനെയും ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചിത്രം മാറി. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ കരുത്തായി മാറി. കടലിൽ ആധിപത്യം ഉറപ്പിക്കാൻ INS വിക്രാന്ത് എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്തു. ഇത് ഇന്ത്യയുടെ സാങ്കേതിക തികവിന്റെയും ഇച്ഛാശക്തിയുടെയും അടയാളമാണ്. ഇന്ന് ടാങ്കുകളും മിസൈലുകളും റഡാർ സംവിധാനങ്ങളും ഭൂരിഭാഗവും നിർമ്മിക്കപ്പെടുന്നത് ഭാരതീയരുടെ കൈകളിലാണ്. പ്രതിരോധ മേഖലയിൽ ഭാരതം ഇന്ന് വലിയൊരു വിപണിയായി വളർന്നിരിക്കുന്നു. 2014 ഏകദേശം 1000 കോടിയിൽ താഴെയായിരുന്ന നമ്മുടെ പ്രതിരോധ കയറ്റുമതി ഇന്ന് 20,000 കോടി കടന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലുകൾ മുതൽ ആകാശ് മിസൈൽ സിസ്റ്റം വരെ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. രാജ്യത്തിനകത്ത് പ്രതിരോധ ഉൽപാദനം വർദ്ധിച്ചതോടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും സ്വകാര്യ മേഖലയിലെ ചെറുകിട കമ്പനികൾക്ക് വലിയ ഉണർവുണ്ടാവുകയും ചെയ്തു. പ്രതിരോധ ബജറ്റിൽ ഭൂരിഭാഗവും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്കായി നീക്കിവെക്കുന്ന മോദി സർക്കാരിന്റെ നയം നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും കരുത്തേകുകയാണ്. ആയുധങ്ങൾക്കപ്പുറം സൈന്യത്തിന്റെ ഘടനയിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ശത്രുവിനോടുള്ള പ്രതികാരമാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന കൃത്യമായ സന്ദേശം ലോകത്തിന് നൽകാൻ ഭാരതത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങൾ ഭാരതീയ പ്രതിരോധ മേഖലയുടെ സുവർണ കാലഘട്ടമാണ്. വെറുമൊരു ആയുധം വാങ്ങലുകാരൻ എന്ന നിലയിൽ നിന്ന് ആഗോള ആയുധ നിർമ്മാതാവ് എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം അതിവേഗത്തിലാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ അറിവുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും സൈനികരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി. വരുന്ന വർഷങ്ങളിൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കി ഭാരതം ലോകത്തിന് തന്നെ മാതൃകയാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.